ഇനി നമുക്കൊരു റെഡ് വെൽവെറ്റ് കേക്കാണ് കേട്ടോ ഓർഡർ ഉണ്ടായിരുന്നത്. ഞാൻ ബേക്കിംഗ് തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ട് സെയിൽ ചെയ്ത കേക്കും ഈ റെഡ് വെൽവെറ്റ് ആണ്. അതുകൊണ്ട് തന്നെ എപ്പോൾ റെഡ് വെൽവെറ്റ് ചെയ്യാൻ നിന്നാലും എനിക്ക് ആ സ്റ്റോറിയാണ് കേട്ടോ ഓർമ്മ വരിക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അത് ഷെയർ ചെയ്യാം. പിന്നെ ഫസ്റ്റത്തെ ഓർഡർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഫസ്റ്റ് സെയിൽ ചെയ്ത കേക്ക് എന്ന് പറയുമ്പോൾ അത് അത്ര അടിപൊളി കേക്കൊന്നുമല്ല. ഓൾമോസ്റ്റ് എല്ലാ ഹോം ബേക്കേഴ്സിനെയും പോലെ എൻ്റെ കേക്കും ഒരു ദുരന്തമായിരുന്നു. അന്ന് ഏകദേശം കേക്ക് ഉണ്ടാക്കാൻ പഠിച്ച് തുടങ്ങുന്നേ ഉള്ളൂ. അന്നെന്ന് പറയുമ്പോൾ ഒരു 2 വർഷം മുന്നേ ഏകദേശം നല്ല രീതിക്കൊക്കെ കേക്ക് റെഡിയാവാൻ തുടങ്ങിയപ്പോൾ ഒന്നും കൂടെ സെറ്റായിട്ട് സെയിൽ തുടങ്ങിയാലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങോട്ട് വന്ന് പറയുന്നത് അവൻ്റെ അനിയത്തിയുടെ ബർത്ത്ഡേ ആണ്, സോ ഞാനൊരു കേക്ക് ചെയ്ത് കൊടുക്കണം, റെഡ് വെൽവെറ്റ് മതി ഫ്ലേവർ എന്നും പറഞ്ഞു. അങ്ങനെ കേക്ക് ബേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നെ അങ്ങോട്ട് അൺലിമിറ്റഡ് ദുരന്തങ്ങളായിരുന്നു. ആദ്യം തന്നെ കേക്കിൻ്റെ സ്പഞ്ചൊക്കെ റെഡിയാക്കി വെച്ചു. എന്നിട്ട് ക്രീം ബീറ്റ് ചെയ്യാൻ വന്നപ്പോൾ എത്ര ബീറ്റ് ചെയ്തിട്ടും ക്രീം തിക്കാവുന്നില്ലായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ടൈം എടുത്ത ക്രീമിൽ കുറേ വട്ടം ഞാൻ ബീറ്റ് ചെയ്ത് നോക്കി, പക്ഷെ ക്രീം ലൂസായി വരികയാണ്. അങ്ങനെ ആ ക്രീം മാറ്റി അടുത്ത ക്രീം എടുത്തു. അതൊരു വിധം റെഡിയാക്കി ബീറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് കേക്ക് അസംബിൾ ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ കേക്ക് ക്രം കോട്ടൊക്കെ ചെയ്ത് വെച്ച് പിന്നെ ഫൈനൽ കോട്ട് ചെയ്യാൻ നിന്നു. ഇവിടെയാണ് എനിക്ക് ശരിക്കുള്ള പണി കിട്ടിയത്. അന്ന് ആ കേക്ക് ഫൈനൽ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു 4-5 മണിക്കൂറാണ് ടൈം എടുത്തത്. അന്ന് പിന്നെ പെർഫെക്റ്റ് ആയിട്ടൊന്നും കേക്ക് ഫിനിഷ് ചെയ്യാൻ അറിയില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്ത രീതിക്ക് നമുക്ക് ചെയ്യണമല്ലോ. പിന്നെ അത് ഫൈനൽ കോട്ട് ചെയ്യാൻ ഞാൻ 4-5 മണിക്കൂറൊക്കെ എടുത്തെന്ന് പറഞ്ഞില്ല. ഈ 4-5 മണിക്കൂറിൻ്റെ ഇടയ്ക്ക് അത്രയും ടൈം ക്രീം പുറത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ക്രീം ലൂസായി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനത് ബീറ്റ് ചെയ്യും. ആ ടൈമിലൊക്കെ ഞാൻ കുറേ ടെൻഷൻ അടിച്ച് കരഞ്ഞിട്ടൊക്കെയാണ് ആ കേക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ കാട്ടി വലിയ കുഴപ്പമില്ലാത്ത രീതിക്ക് ഒരു 4-5 മണിക്കൂറുകൾക്കൊടുവിൽ ഞാൻ എങ്ങനെയൊക്കെയോ ആ കേക്ക് ഫിനിഷ് ചെയ്തെടുത്തു. ഇനിയും അടുത്ത കുറേ ദുരന്തങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഇപ്പം തന്നെ നമ്മുടെ വീഡിയോ നല്ല ലാഗായി. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.